ഹലോ. ഇപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസം മുമ്പ് എടുത്തു വച്ചിരുന്നതാണ്. ഒരു 3-4 ദിവസം ഞാൻ എൻ്റെ അമ്മയോടൊപ്പം, ഞാനും കുഞ്ഞും അമ്മയോടൊപ്പം പോയി നിന്നിട്ട് തിരികെ വീട്ടിലേക്ക് വരുവാണ്. ഇത്രയും ദിവസത്തെ ഗ്യാപ്പ് എടുത്തപ്പോഴേ വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ നിറയെ പൊടിയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് കിച്ചൺ അങ്ങ് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് കരുതി കുറച്ച് ക്ലീനിങ്ങും ഡിന്നർ പ്രിപ്പറേഷനൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇപ്പോൾ കിച്ചണൊക്കെ കുറച്ച് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി എംറ്റി ആയി കിടക്കുന്ന കൗണ്ടർ ടോപ്പിൽ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ട്. ഒത്തിരി സാധനങ്ങളൊന്നും ഞാൻ നോർമലി കൗണ്ടർ ടോപ്പിൽ വയ്ക്കാറില്ല. ഈ മിക്സി പോലുള്ള ഐറ്റംസ് ഉൾപ്പെടെ ഞാൻ എല്ലാ സാധനങ്ങളും കബേർഡ്സിൻ്റെ ഉള്ളിലേക്ക് കയറ്റാനാണ് മാക്സിമം ശ്രമിക്കുക. ഏകദേശം ക്ലീനിങ്ങിനൊക്കെ ശേഷം നാളത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി അല്ലെങ്കിൽ ദോശമാവ് ഉണ്ടാക്കാനായിട്ട് അരിയും ഉഴുന്നും ഒക്കെ സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കുവാണ്. ഏകദേശം ഒരു 3-4 മണിക്കൂർ മാത്രമേ ഞാൻ സോക്ക് ചെയ്യാറുള്ളൂ. അത്രയും മതിയാകും. എനിക്ക് കറക്റ്റായിട്ട് അരഞ്ഞ് കിട്ടാറുമുണ്ട്. പിന്നീട് ഒന്ന് ഫ്രഷ് ആയിട്ട് വന്ന് ഡിന്നർ ഉണ്ടാക്കാൻ പോവുകയാണ്. ചപ്പാത്തിയും തക്കാളിക്കറിയാണ് അന്നത്തെ മെനു. അപ്പോൾ അതനുസരിച്ച് ഞാൻ ആട്ട എടുത്തപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ആട്ട ഞാൻ സീൽ ചെയ്ത ഭാഗത്തല്ലാതെ കുറച്ച് ഭാഗം പൊട്ടിയിരുന്ന് എൻ്റെ ദേഹത്തെല്ലാം മാവായി. ഞാനത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, ഇങ്ങനെ പൊട്ടിയിരിക്കുന്ന ഭാഗം. പിന്നീട് വേഗം തന്നെ ചപ്പാത്തിയും തക്കാളിക്കറിയൊക്കെ ഉണ്ടാക്കി വെക്കുവാണ്.
ചപ്പാത്തിയുടെ ആയാലും ഇടിയപ്പത്തിൻ്റെയൊക്കെ ആയാലും മാവ് കുഴച്ച് വെക്കുന്നതിൽ കളിക്കാനായിട്ട് എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവളെപ്പോൾ ഞാൻ ചപ്പാത്തി ഇടിയപ്പൊക്കെ ഉണ്ടാക്കിയാലും കൂടെ വന്നിട്ട് മാവ് എടുത്ത് വെച്ച് അവൾ സെപ്പറേറ്റ് കളിക്കും. പിന്നീട് ആ കിച്ചണിൽ ഞങ്ങളുടെ രണ്ടുപേരും സംസാരമായിരിക്കും മൊത്തം. ഡിന്നർ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ആ അരിയും ഉഴുന്നൊക്കെ നല്ല രീതിയിൽ അരച്ചെടുക്കുന്നുണ്ട്. അടിപൊളി ഒരു ട്രാൻസിഷനാണ് കാണാൻ പോകുന്നത്. പ്രസ്റ്റീജിൻ്റെ ഈ ഒരു മിക്സി മാറിയിട്ട് അവിടെ കുക്ക്വെല്ലിൻ്റെ ബുള്ളറ്റ് മിക്സർ ഗ്രൈൻഡർ വരും. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ അരി ഓവർലോഡായിട്ടിട്ട് മിക്സി ഓൺ ചെയ്തപ്പോൾ എൻ്റെ പ്രസ്റ്റീജിൻ്റെ മിക്സി ഓഫായിപ്പോയി. നോർമലി ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ അത് നോർമൽ കണ്ടീഷനിൽ വരേണ്ടതാണ്, പക്ഷെ അന്നത്തെ ദിവസം നേരെ ആവുന്നേ ഇല്ല. ഭാഗ്യത്തിന് കുക്ക്വെല്ലിൻ്റെ ഈ ബുള്ളറ്റ് മിക്സർ ഗ്രൈൻഡർ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ അതിലേക്ക് മാറ്റി ബാക്കി അതിനകത്തിട്ട് അടിച്ചെടുക്കുക ചെയ്തത്. ഇനി നമ്മുടെ സ്വന്തം മിക്സിംഗ് പരിപാടിയാണ്. എപ്പം ദോശമാവ് ആട്ടിയാലും കൈവച്ച് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് ഒരു സാറ്റിസ്ഫാക്ഷനാണ്. എങ്കിലേ മിക്സിങ് കംപ്ലീറ്റ് ആയിട്ട് നടക്കുമെന്നാണ് നമ്മുടെ മനസ്സിന് തോന്നുക. അപ്പോൾ തന്നെ ഞാൻ മിക്സി അവിടുന്ന് മാറ്റുവാണ്. നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് മിക്സികളോ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കൗണ്ടർ ടോപ്പിൽ ഇരിക്കുന്നത് ഇഷ്ടമേ അല്ല. ഞാനത് കബോർഡ്സിൻ്റെ ഉള്ളിലേക്ക് മാറ്റും. പിന്നീട് മാവ് ആട്ടിയതിൻ്റെ മെസ്സെല്ലാം ക്ലീൻ ചെയ്തിട്ട് മാവ് ഞാൻ കബോർഡിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുവാണ്. ഇപ്പോൾ നല്ല തണുത്ത ക്ലൈമറ്റ് ആയതുകൊണ്ട് വെളിയിലിരുന്നാൽ പ്രോപ്പറായിട്ട് പുളിച്ച് കിട്ടില്ല, ഫെർമെൻ്റ് ആവില്ല. അതുകൊണ്ട് ഞാനത് ഉള്ളിലേക്ക് വച്ചു. ഇനി നൈറ്റ് ടൈം റൂട്ടീനാണ്. അതായത് വെള്ളമൊക്കെ നിറച്ച് റൂമിൽ കൊണ്ടുവയ്ക്കുക, ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്യുക, നമുക്ക് കിടക്കാൻ പോകുന്നതിന് മുമ്പുള്ള കുഞ്ഞു കുഞ്ഞു പരിപാടികൾ. ഇതൊക്കെ വെറുതെ ആട്ടോ. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നേരെ റൂമിലേക്ക് പോയിട്ട് ഉറങ്ങുന്നത് 12 മണിക്കൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഏകദേശം ലേറ്റായിട്ട് ഉറങ്ങുന്നതാണല്ലോ എല്ലാവരുടെയും ശീലം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.